ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്കിന്ന് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്റർ പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കണ്ണുകൾ ക്യാമറയ്ക്ക് സമമാണെന്നല്ലേ. പക്ഷേ ക്യാമറയുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ക്യാമറയായിട്ടുള്ള സിമിലാരിറ്റി എന്താണ്? ക്യാമറയിൽ ലെൻസ് ഉണ്ട്, നമുക്ക് ലെൻസ് ഉണ്ട്. ക്യാമറ സ്ക്രീനിൽ ഇമേജ് കിട്ടുന്നു, നമ്മുടെ സ്ക്രീനിൽ അതായത് റെറ്റിനയിൽ ഇമേജ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് ആണ് അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന ക്യാമറയിലെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. പക്ഷേ നമുക്ക് ദൂരെയുള്ള വസ്തുക്കൾ കാണാനും അടുത്തുള്ള വസ്തുക്കൾ കാണാനും വേറെ വേറെ ഫോക്കൽ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ ഒരു ക്യാമറയിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഞാൻ നോക്കുകയാണ്, എനിക്ക് ദൂരെയുള്ള സാധനം കുറച്ച് വലുതായിട്ട് കാണണമെങ്കിൽ നമ്മൾ സൂം ഇൻ ചെയ്യും അല്ലേ. പഴയ ക്യാമറയ്ക്കാണെങ്കിൽ നമ്മളിങ്ങനെ ലെൻസ് സൂം ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇത് പുറത്തേക്ക് വരും. അത് കഴിയുമ്പോൾ ലെൻസ് അകത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. അതേസമയം നമ്മുടെ കണ്ണിന് അങ്ങനെ പറ്റുമോ? ഈ ലെൻസ് പുറത്തേക്കും അകത്തേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് മറ്റൊരു മാർഗ്ഗമുണ്ട്. ലെൻസിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കർവേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് ഇല്ലാത്തൊരു ഗുണമാണ് നമുക്കുള്ളത്. ക്യാമറയ്ക്ക് അതിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. ഓക്കെ. അതേസമയം നമ്മുടെ ഫോക്കൽ ലെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ഡിഫെക്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് വേണം ഓർത്തിരിക്കുക. ഒരു ലെൻസ് വളരെ തിന്നായിട്ടുള്ള ഒരു ലെൻസ് എടുത്തു, ഞാൻ മറ്റൊരു ലെൻസ് ഒരു തിക്കായിട്ടുള്ള ലെൻസ് എടുത്തു. ഓക്കെ. ഇതിന് നമ്മൾ പറയുന്നത് കർവേച്ചർ എന്നാണ്. ലെൻസിന് കർവേച്ചർ കൂടുതലും കർവേച്ചർ കുറവും. സോ ഒരു തിൻ ലെൻസിൽ കൂടി ലൈറ്റ് പാസ് ചെയ്താൽ നമുക്കറിയാം ഇതിങ്ങനെ പോവും. ഒരു ഫോക്കൽ ലെങ്ത് നല്ല ഡിസ്റ്റൻസിൽ കിട്ടും, ഹൈ ഫോക്കൽ ലെങ്ത് ആണ്. അതേസമയം ഇവിടെ വരുമ്പോഴോ പവർ ഓഫ് കൺവെർജൻസ് കൂടുതലാണ്, പെട്ടെന്ന് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് കുറവാണ്, ഇവിടെ കൺവെർജൻസ് കുറവാണ്. ഈ കൺവെർജൻസിനെ കുറിച്ച് നമ്മൾ പവറിന്റെ കാര്യത്തിൽ പഠിച്ചല്ലേ. പവർ എന്ന് പറയുന്നത് എന്താണ്? എബിലിറ്റി ടു കൺവേർജ്. അത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത്തിന്റെ കൂടുതൽ പവർ കുറയും, ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ കൂടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, തിൻ ലെൻസിന് പവർ കുറവാണ്. അതേസമയം തിക്ക് ലെൻസിന് പവർ കൂടുതലാണ്. നമുക്കറിയാം ചില ആൾക്കാർക്കൊക്കെ കണ്ണിന് ഭയങ്കര പവറുള്ള ഗ്ലാസ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഗ്ലാസ് കാണുമ്പോഴേ നമുക്കറിയാം തിക്ക്. അപ്പോൾ നമ്മൾ എന്തൊരു പവർ ഇതിന് അല്ലേ, സോഡ ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത്. അതേസമയം വളരെ പവർ കുറവാണെങ്കിൽ തിൻ ഗ്ലാസ് ആയിരിക്കും. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. തിൻ ഗ്ലാസ് പവർ കുറവ്, ഫോക്കൽ ലെങ്ത് കൂടുതൽ. തിക്കാവുമ്പോൾ പവർ കൂടുതൽ, ഫോക്കൽ ലെങ്ത് കുറവ്. ഇനി നമ്മുടെ കണ്ണിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ലെൻസിനെ ഇതുപോലെ തിന്നാക്കിയും തിക്കാക്കിയുമാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാ? ആദ്യം നമ്മുടെ കണ്ണ് ഞാൻ പറഞ്ഞു സീലിയറി മസിൽസ് സസ്പെൻസറി ലിഗമെന്റ്സ് കൊണ്ടാണ് ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ദൂരെ ഒരു വസ്തുവിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ഐലൻസ് നല്ല നീണ്ട് ഇങ്ങനെ ഇരിക്കും, തിന്നായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ദൂരെയുള്ള സാധനം കാണാൻ പറ്റും, കാരണം ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ഒന്നും അല്ല അല്ലേ. നമ്മളിങ്ങനെ എവിടെയെങ്കിലും വായി നോക്കി ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്, കണ്ണിനൊന്നും ഒരു സ്ട്രെയിനും ഇല്ല. അതേസമയം നിങ്ങൾ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയേ, നിങ്ങൾ കുറേ നേരം ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഒക്കെ എന്താ പറ്റണേ? നിങ്ങളുടെ കണ്ണിങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് ലെൻസിനെ ഇങ്ങനെ തിക്കാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്ത് കുറയും. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും, പക്ഷേ സ്ട്രെയിൻ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ ദൂരെയുള്ള വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും കാണുന്നത്. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ സീലിയറി മസിൽസ് എന്തായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഐലൻസ് തിന്നായിരിക്കും, അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നു. അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, ഐ ലെൻസ് തിക്കാവുകയും അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏതാ നമുക്ക് സുഖമുള്ള പരിപാടി? ദൂരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം 2020 നമ്മുടെ കോവിഡിൻ്റെ അറ്റാക്ക്. ആ സമയത്താണ് എല്ലാവരും ഈ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിച്ചത്. കാരണം അതില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. നമ്മളെല്ലാം വീട്ടിനകത്താണ്. വേറെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഗാഡ്ജറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വരെ അതിനെ തള്ളി പറഞ്ഞ ആൾക്കാരെല്ലാം അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തൊട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ 5-6 മണിക്കൂർ കുട്ടികൾ ഈ ഗാഡ്ജറ്റിൽ നോക്കിയിരിക്കും. വീണ്ടും വൈകിട്ട് ഹോംവർക്ക് ചെയ്യാനും ലെസൺസ് നോക്കാനും ഒക്കെ അത് തന്നെ വേണം. ടീച്ചേഴ്സിൻ്റെ കാര്യം വിപരീതമല്ല, ഏത് ജോലിയിലുള്ള ആൾക്കാരുടെ കാര്യവും അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു റൂൾ ഇറക്കിയത് ഓർമ്മയുണ്ടോ? 20-20-20. ഓക്കെ. ഇത് റൂൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. അതായത് നമ്മൾ 20-20-20 എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, മീൻസ് ജോലി ചെയ്യുക വേറെ വീട്ടുജോലിയല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു 20 സെക്കൻഡ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 20 സെക്കൻഡ് 20 മീറ്റർ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുക.
കാര്യം സിമ്പിളാണ്. ദൂരെയുള്ള വസ്തുവിൽ നോക്കുമ്പോൾ നമ്മുടെ സീലിയറി മസിലിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അന്ന് നല്ല നനഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും പണി തുടർന്നോളൂ. അപ്പോൾ കുറച്ച് ഒരു റിലാക്സേഷൻ കിട്ടും. പിന്നെ നമ്മളെല്ലാം ഐ എക്സസൈസ് ഒക്കെ ചെയ്തു അല്ലേ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കണ്ണിന് ഫോക്കൽ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ആ ഒരു എബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, സോ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ്? ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. അതായത് ദ എബിലിറ്റി ഓഫ് ദ ഐലൻസ് ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഈസ് കോൾഡ് വാട്ട്? ദ പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി ഞാൻ പറയും നമുക്ക് അടുത്തുള്ള വസ്തുക്കളും ദൂരെയുള്ള വസ്തുക്കളും കാണാമെന്ന്. ഇതിന് ഇനി എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? എത്ര ദൂരെ കാണാം അല്ലെങ്കിൽ എത്ര അടുത്ത് കാണാമെന്ന്? ഇപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ട് അടുത്ത രണ്ട് ഡോട്ട് ഇട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 2 ഡോട്ടായിട്ട് കാണാം. പക്ഷെ തീരെ ക്ലോസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ അത് ഒന്നായിട്ട് കാണും. അപ്പോൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന, വ്യക്തമായിട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും കാണാൻ കഴിയുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അതായത് വളരെ വ്യക്തമായിട്ട് തരംതിരിച്ച് കാണാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയും. നമ്മുടെ കണ്ണിന്റെ നിയർ പോയിന്റ്. അത് സാധാരണ ഒരു വ്യക്തിക്ക്, അതായത് നോർമൽ കാഴ്ചശക്തിയുള്ള ആൾക്ക് 25 സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു, നിങ്ങൾ ബുക്ക് ഇങ്ങനെ പിടിച്ചേ വായിക്കാവുള്ളൂ. കാരണം കറക്റ്റ് 25 സെന്റിമീറ്റർ വളരെ കംഫർട്ടബിൾ റീഡിംഗ് ആണ്. നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ചില കുട്ടികൾ ഇങ്ങനെ ബുക്ക് മടക്കി പിടിച്ച് വായിക്കും, കൈ പിടിച്ച് വായിക്കും. അതൊക്കെ ഒഴിവാക്കാനാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് 25 സെന്റിമീറ്ററിൽ പറ്റില്ല. കാരണം എനിക്കൊരു ഏജ് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. ഇതാണ് മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫാർ പോയിന്റ്. അതായത് മാക്സിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് വി ക്യാൻ സീ തിങ്സ് ക്ലിയർലി. അത് എത്രയാണ്? അത് ഇൻഫിനിറ്റി ആണ്. സാധാരണ പവറുള്ള ആൾക്ക് ഇൻഫിനിറ്റി ആണ്. ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലരും സ്പെക്സ് ഉപയോഗിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ മെജോറിറ്റി ആളുകളിലുള്ള പ്രശ്നം എന്തായിരിക്കും? മയോപ്പിയ എന്നൊരു കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റി വരെ കാണാൻ പറ്റില്ല. നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടുപിടിച്ച് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ബുക്ക്, പക്ഷെ നിങ്ങൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ദൂരെ നിന്ന് ബസ് വന്ന് അതിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റില്ല, ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയായിരിക്കും നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോയത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഇല്ല, പക്ഷെ ഒരു നോർമലേക്ക് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും തരംതിരിച്ചും കാണാൻ കഴിയുന്ന ആ ഡിസ്റ്റൻസ് ആണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അതിന് നോർമലായിക്ക് 25 സെന്റിമീറ്റർ ആണ്. അതിനെ നിയർ പോയിന്റ് എന്ന് പറയും. ഇനി ദൂരെ ഏറ്റവും വ്യക്തമായിട്ട് കാണുന്ന ദൂരെയുള്ള പോയിന്റ് ആണ് ഫാർ പോയിന്റ്. അത് സാധാരണക്കാർക്ക് ഇൻഫിനിറ്റി ആണ്. ഇനി നമുക്കിനി എത്ര നല്ല ഐ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു 60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ ലെൻസിനകത്ത് ഒരു മിൽക്കി ആയിട്ടുള്ള ഒരു ക്ലൗഡി ഒരു കവറിങ് വരും. അപ്പോൾ നമുക്കെല്ലാം ഒരു പുകമറ പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് കാറ്ററാക്ട്. അതൊരു ഡിസീസാണ്. അത് ഏജ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. പിന്നെ വേറൊരു കാറ്ററാക്ട് ഉണ്ട്, UV കാറ്ററാക്ട്. അത് UVയുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ മെജോറിറ്റി ആളുകളിൽ 60 വയസ്സ് കഴിഞ്ഞ് വരുന്നതാണ് ഈ കാറ്ററാക്ട്. ഈ കാറ്ററാക്റ്റിൻ്റെ സമയത്ത് നമുക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, സർജറിയേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് കീഹോൾ സർജറി അവൈലബിൾ ആണ്. ഒരു മണിക്കൂറത്തെ പ്രൊസീജിയറേ ഉള്ളൂ. ചെല്ലുക, ആ പാട കീഹോൾ സർജറിയിലൂടെ അങ്ങ് മാറ്റുക. അപ്പോൾ മിക്കവാറും 2 കണ്ണിലും വരുന്നവരുണ്ട് ഒരേ സമയത്ത്. പക്ഷേ ഡോക്ടേഴ്സ് 1 അറ്റ് എ ടൈമേ ചെയ്യുള്ളൂ. കാരണം നമ്മളിത് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയോളം നിങ്ങൾ അപ്പൂപ്പനെ അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അപ്പൂപ്പനെ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരാഴ്ചത്തേക്ക് TV കാണാൻ പാടില്ല, ലൈറ്റ് അധികം അടിക്കാൻ പാടില്ല, പിന്നെ അവർക്ക് മൊബൈലൊന്നും നോക്കരുതെന്ന് പറയും. ഇനി ഒരാഴ്ച കഴിഞ്ഞ് അത് മാറി അതൊക്കെ ശരിയായി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് മറ്റേ കണ്ണും ചെയ്യാൻ പറ്റും. അപ്പോൾ കാറ്ററാക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാറ്ററാക്ട് സർജറി. അതൊരു മിൽക്കി ക്ലൗഡി അപ്പിയറൻസ് ലെൻസിൻ്റെ പുറത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ 10th-ലാണ്, 12th വരെ നിങ്ങൾക്ക് ഞാൻ കൂട്ടായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതുകൊണ്ടൊരു നഷ്ടവും വരില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.